ശലഭം സ്റ്റിച്ചിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്ലിറ്റഡ് ചുരിദാർ എങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 മീറ്റർ തുണിയാണ്. അതിനെ നമ്മൾ നീളത്തിൽ 2ആയിട്ട് മടക്കി പിന്നെ വീതിയിൽ 2ആയിട്ട് മടക്കി എടുക്കണേ. അതിന് എനിക്കിവിടെ വേണ്ട അളവെന്ന് വെച്ചാൽ 42 ഫുൾ ഇറക്കം വേണ്ടത്. ഫുൾ ലെന്ത് വേണ്ടത് എനിക്ക് 42 ഇറക്കമാണേ. അതിൻ്റെ കൂടെ 1 ഇഞ്ച് മടക്കി അടിവശം മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ചും കൂടെ കൂട്ടി 43 ആണ് ഞാനിവിടെ മടക്കി ഇട്ടിരിക്കുന്നത്. 42ൻ്റെ കൂടെ 1 ഇഞ്ച് മടക്കി അടിക്കാനോടെ കൂട്ടി 43 ഞാനിവിടെ മടക്കി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കഴുത്തിൻ്റെ അകലം നമുക്ക് അടയാളപ്പെടുത്താം. ഒരു 3 ഇഞ്ചാണ് എനിക്ക് കഴുത്തിൻ്റെ അകലം വേണ്ടത്. താഴേക്ക് കഴുത്തിൻ്റെ താഴ്ച, അതായത് കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത് ഞാൻ 6 ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടത്. അതിനെ നമുക്കൊരു ബോക്സ് പോലെ ആക്കി കൊടുക്കാം. 3 ഇഞ്ച് കണ്ടോ, താഴെയും കറക്റ്റായിട്ട് ആ 3 ഇഞ്ച് കറക്റ്റ് അകലം കിട്ടിയത് കണ്ടോ. അതിന് നമുക്കിങ്ങനെ ഒരു ബോക്സായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാവേ. പിന്നെ നമുക്ക് ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത് ഒരു 4 ഇഞ്ചാണ്. 4 ഇഞ്ചാണ് ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത്. അതിനെ ഇവിടെ ഒരു ബോക്സ് പോലെ നമുക്ക് വരച്ചു കൊടുക്കാവേ. കണ്ടല്ലോ, മനസ്സിലായല്ലോ. 6 ഇഞ്ച് 3 ഇഞ്ച് അകലം അടയാളപ്പെടുത്തി, 6 ഇഞ്ച് താഴ്ച അടയാളപ്പെടുത്തി, പിന്നെ 4 ഇഞ്ച് ബാക്ക് കഴുത്തിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് നമ്മളത് ബോക്സ് പോലെ വരച്ചു. പിന്നെ എനിക്ക് ഷോൾഡർ വേണ്ടത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ഷോൾഡർ, 4 ഇഞ്ച് ഷോൾഡർ, 6 ഇഞ്ച് കൈക്കുഴി താഴേക്ക്, ആ ഷോൾഡറിൽ നിന്ന് 6 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കാമേ. എനിക്ക് വേണ്ടത് 38 ഇഞ്ച് ചെസ്റ്റ് അളവാണ്. അതിനെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ 9.5 ഇഞ്ച്, 9.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാനിവിടെ 11 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. എത്രയാണോ നമുക്ക് ചെസ്റ്റ് അളവ് വേണ്ട അതിൻ്റെ 4/1 എടുത്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കോണിൽ കണ്ടല്ലോ, അതിൻ്റെ കോണിൽ വെച്ച് നമുക്ക് ഒരു ഇഞ്ച് നമുക്കിങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് അതിന് നമുക്കിങ്ങനെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. അത് കൈക്കുഴിയാണ്, നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാമേ. പിന്നെ വേണ്ടത് വേസ്റ്റ് അളവാണ്. അത് ഷോൾഡറിൻ്റെ അവിടുന്ന് നേരെ 13 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് നേരെ ഈ അറ്റത്ത് നിന്ന് അങ്ങോട്ട് ആ അടയാളപ്പെടുത്തിയതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു 34 പ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 19 ഇഞ്ച് താഴേക്ക് സ്ലിറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 19 ഇഞ്ച് സ്ലിറ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു 12 ഇഞ്ചാണ് ഞാൻ ഇത് സീറ്റ് അളവ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 13 ഇഞ്ച് എടുത്തു, അവിടുന്ന് 10 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി, പിന്നെ 19 ഇഞ്ച് താഴേക്ക്, പിന്നെ 12 ഇഞ്ച് ഇങ്ങനെ നേരെ അടയാളപ്പെടുത്തി വേസ്റ്റ് അളവ് അടയാളപ്പെടുത്തി. മനസ്സിലായല്ലോ അല്ലേ? എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ 4/1 എടുത്തിട്ട് അതിനൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് അടയാളപ്പെടുത്തുന്ന അളവാണ് ഇത്. എന്നിട്ട് നമുക്കിതിങ്ങനെ വരച്ചു കൊടുക്കാവേ. നമുക്കിതിങ്ങനെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും താഴത്തെ വിരിവ്, അതായത് നമുക്ക് തയ്ച്ച് കഴിയുമ്പോഴുള്ള അടിഭാഗത്ത് നമുക്ക് ചുരിദാറിൻ്റെ ഏറ്റവും താഴത്തെ വശത്ത് വിരിവുണ്ടല്ലോ, ഞാനിവിടെ നോർമൽ അളവെന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. ആ 13 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും തയ്ക്കുമ്പോൾ സാധാരണ ഒരളവാണ് 13 ഇഞ്ച്. ആ 13 ഇഞ്ചാണ് ഞാൻ അതും ഇങ്ങനെ നമുക്ക് നേരെ ഇങ്ങനെ വെച്ച് നമുക്കതിങ്ങനെ വരച്ചു കൊടുക്കാവേ. ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുക്കാവേ. ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ടല്ലോ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പം അത് കറക്റ്റായിട്ട് ഞാനതിന് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം തയ്യൽ അത്യാവശ്യം പഠിക്കാൻ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ തിരുത്താറുണ്ട്, ഇങ്ങനെ വീഡിയോകളൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ കഴുത്ത് നമുക്കിങ്ങനെ
ആദ്യം ബാക്ക് കഴുത്ത് നമുക്ക് അടയാളപ്പെടുത്താം. പിന്നെ ഫ്രണ്ട് കഴുത്ത് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാവേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അകലം അടയാളപ്പെടുത്തി, ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി അടയാളപ്പെടുത്തി, അവിടുന്ന് താഴേക്ക് 6 ഇഞ്ച് കൈക്കുഴി പിന്നെ അവിടുന്ന് ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തി, അവിടുന്ന് ഷോൾഡറിൽ നിന്നാണ് എല്ലാ അളവും താഴേക്ക് എടുക്കുന്നത്. 13 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പിൽ നമ്മൾ താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു. 13 ഇഞ്ച് ഏറ്റവും താഴെ വേണ്ടത് 13 ഇഞ്ച് ആണ് നമുക്ക് വേണ്ട. അപ്പം നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇത്ര അളവുകളൊക്കെ മനസ്സിലായല്ലോ അല്ലേ? എനിക്ക് വലിയ സ്റ്റൈലിലൊന്നും സംസാരിക്കാനൊന്നും അറിയില്ല. സാധാരണ രീതിയിൽ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ സാധാരണ നാട്ടിൻപുറത്ത് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനേ എനിക്ക് അറിയുള്ളൂ കേട്ടോ. വലിയ സ്റ്റൈലിലൊന്നും സംസാരിച്ച് മനസ്സിലാക്കാനൊന്നും എനിക്കറിയില്ല. സാധാരണ രീതിയിലേ എനിക്കറിയുള്ളൂ. നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. പിന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വിചാരിക്കും ഇത്രയും കട്ട് ചെയ്ത് വന്നിട്ട് പിന്നെ എന്നാൽ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇട്ട് എനിക്ക് ലെഫ്റ്റ് ഹാൻഡാണ് എനിക്ക് വശം. പിന്നെ റൈറ്റ് ഹാൻഡിൽ പിടിച്ചിട്ടാണ് ഞാൻ ഈ സിസർ റൈറ്റ് ഹാൻഡിൽ പിടിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. മിസ്റ്റേക്കെന്ന് പറഞ്ഞാലൊന്നുമല്ല, എനിക്കതിൻ്റെ ഒരു വശക്കുറവ്. അതാണ് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ലെഫ്റ്റ് ഹാൻഡാണ്. പിന്നെ റൈറ്റ് ഹാൻഡിൽ പിടിച്ചിട്ടാണ് സിസർ പിടിച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നമുക്ക് ബാക്ക് കഴുത്ത് നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബാക്ക് കഴുത്ത് നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ശ്രദ്ധിച്ചോണം, ബാക്ക് കഴുത്ത് ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ നമുക്ക് ഈ ജോയിൻ്റ് ആയിട്ടിരിക്കുകയല്ലേ, അത് നമുക്കിങ്ങനെ രണ്ടാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയതിന് ശേഷം അത് നമുക്കങ്ങോട്ട് മടക്കി വയ്ക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് ഇതിങ്ങനെ ബാക്ക് കഴുത്ത് കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ബാക്കി ഫ്രണ്ട് കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അല്ലെങ്കിൽ ഒന്നിച്ച് കട്ട് ചെയ്ത് വെക്കരുതേ. ആദ്യം ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യരുത്, ആദ്യം ബാക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ഷോൾഡർ ജോയിൻ്റ് ആയിരിക്കുന്ന ഷോൾഡർ മുറിച്ച് നമ്മൾ രണ്ടാക്കി മാറ്റി അതിനെ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് കഴുത്ത് ബാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാവേ. അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലാതെ ആരും മണ്ടത്തരം ഒന്നും കാണിച്ചു വെക്കരുത്. ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിക്കോണേ. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തിനെ നമുക്ക് ഷേപ്പ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു തുണി രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് ഈ കഴുത്ത് കണ്ടോ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ അടിയിലേക്ക് മറ്റേ ഈ മടക്കി വെച്ചിരിക്കുന്ന തുണി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കണ്ടോ കറക്റ്റാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ വരച്ച് എന്നിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാവേ. കണ്ടല്ലോ ഇങ്ങനെ നമുക്ക് കറക്റ്റാക്കി നമുക്ക് വരച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കറക്റ്റാക്കി വരച്ച് കൊടുക്കാം. കണ്ടോ വീഡിയോ കാണുമ്പോഴേ അറിയാമല്ലേ എനിക്ക് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വരയ്ക്കുന്നതൊക്കെ അല്ലേ. പിന്നെ നമുക്ക് നേരെ താഴേക്ക് നമുക്കൊരു 2 ഇഞ്ച് നമുക്ക് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാവേ. 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്കിങ്ങനെ 2 ഇഞ്ച് ഇങ്ങനെ അകലത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാവേ. കണ്ടോ അങ്ങനെ മുകൾ വശം വരെ ഇങ്ങനെ 2 ഇഞ്ച് അകലത്തിൽ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കാവേ. എന്നിട്ട് അതിങ്ങനെ വരച്ച് കൊടുക്കാവേ. ഇനി 2 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ വരച്ച് കൊടുക്കാം. ഉണ്ടല്ലോ അല്ലേ. ഇങ്ങനെ 2 ഇഞ്ച് അകലത്തിൽ നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാവേ. ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡിലും ഞാനിങ്ങനെ എനിക്ക് 2 കൈയും വശമാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് 2 കൈയും വശമാണ്. കൂടുതലും ലെഫ്റ്റ് ഹാൻഡാണ് എനിക്ക് വശം.
അത് കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് കൈയാണ് വേണ്ട. അതിന് ഞാൻ കൈ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഫ്രില്ലിട്ടിട്ട് ഇങ്ങനെ ഒരു കൈയാണ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈ കൈ ഷേപ്പൊക്കെ വെട്ടി മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്കിതുപോലെ പീസ് ഇങ്ങനെ കിട്ടും. അത് ഞാനിങ്ങനെ എടുത്തിട്ട് ഉണ്ട്. അത് നമുക്കിങ്ങനെ ഫ്രില്ല് വെച്ച് കൊടുത്തൊരു കൈ ആണ് വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് എന്നുള്ള വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞാനതിനെല്ലാം കറക്റ്റായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കുമേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.